അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആളുകൾ ദുർമാർഗത്തിൽ ആകുവാൻ കാരണം, അവിശ്വാസികളാകുവാൻ കാരണം അള്ളാഹുവിൻ്റെ പ്രവർത്തനമല്ലേ, അല്ലെങ്കിൽ അള്ളാഹു അല്ലേ അത് തീരുമാനിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, നമ്മുടെ സംശയങ്ങൾ നമ്മുടെ മനസ്സുകളിലും ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ നമ്മളിന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, അവൻ്റെ തീരുമാനപ്രകാരമാണ് അടിമകൾ നേർമാർഗം പ്രാപിക്കുന്നതും അതുപോലെ ആളുകൾ വഴി പിഴവിൽ അകപ്പെടുന്നതും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ അള്ളാഹുവിൻ്റെ വിധി വിശ്വാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനങ്ങൾ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ വഴി പിഴപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു അവൻ്റെ അടിമകളിൽ ചിലരെ വഴി തെറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ 4 കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു അടിമയെ വഴി പിഴപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അവനെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് അത് ചെയ്യിപ്പിക്കേണ്ട, ആ അവിശ്വാസം ചെയ്യിപ്പിക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല. അള്ളാഹു അതിൽ നിന്ന് എത്രയോ പരിശുദ്ധനാണ്, എത്രയോ കഴിവുറ്റവനാണ്. അടിമകൾ എത്രയോ അശക്തരും ദുർബലരുമാണ്. ഒരു അടിമയുടെ ഉദ്ദേശത്താൽ തന്നെ, ഒരു അടിമ അവൻ ഉദ്ദേശിച്ച് അവൻ തീരുമാനമെടുത്ത് അവൻ്റെ താല്പര്യവും തീരുമാനവും പ്രകാരം തന്നെ ഒരടിമയെ വ്യതിയാനങ്ങളിലേക്കും തിന്മകളിലേക്കും അവിശ്വാസത്തിലേക്കും കൊണ്ടുപോകുവാൻ അങ്ങേയറ്റം കഴിവുള്ള, അത്രയും ശക്തനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അടിമകളുടെ അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെ, അവരെക്കൊണ്ട് അവരുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് തന്നെ, അടിമകളുടെ തീരുമാനത്തിലൂടെ തന്നെ അടിമകളെ വഴിപിഴപ്പിക്കാൻ കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇന്നല്ലാഹ യുദില്ലു മൻ യശാ. അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുന്നവരും അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു. മൻ യശ ഇല്ലാഹു യുദ്ലിൽഹു വമൻ യശ യജ്അൽഹു അലാ സിറാത്തി മുസ്തഖീം. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴികേടിലാക്കും, താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരു മനുഷ്യൻ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ശരിക്കും ഒരു വിശ്വാസിയുടെ മനസ്സിൽ വലിയ ഭയം അവനുണ്ടാകും. പരിശുദ്ധനായ റബ്ബിനോട്, വഴിപിഴവിൽ നിന്ന് അവൻ റബ്ബിനോട് ധാരാളമായി അഭയം തേടാൻ അത് കാരണമാകും. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വഴിപിഴപ്പിക്കുക, ദലാലത്തിൽ അകപ്പെടുത്തുക എന്നത് അള്ളാഹുവിൻ്റെ തികഞ്ഞ നീതിയുടെ ഭാഗമാണ്, അവൻ്റെ അദിലിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ചില അടിമകളെ വഴിപിഴവിലാക്കുന്നത് അവൻ്റെ നീതിയുടെ കാരണമാണ്, നീതി കാരണമായിട്ടാണ്. കാരണം വഴികേടിലാക്കുക എന്നത് റബ്ബിൻ്റെ ശിക്ഷയാണ്. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് അർഹമായ ശിക്ഷ നൽകുക എന്നുള്ളത് അത് നീതിയുടെ ഭാഗമാണ്, അത് നീതി പുലർത്തുന്നതിൻ്റെ ഭാഗമാണ്. ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്ത് ശിക്ഷക്ക് അർഹനായിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ അവന് നൽകുക എന്നത് അത് നീതിപൂർവമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് പുകഴ്ത്തപ്പെടേണ്ട, അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കേണ്ട വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിയുടെ അടിസ്ഥാനത്തിൽ വഴിപിഴപ്പിക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണ് അത് നീതിയുടെ ഭാഗമായി തീരുന്നത്? എന്തുകൊണ്ടാണ് അത് നീതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ പറയുന്നത്? അതിൻ്റെ കാരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സന്മാർഗത്തിനുള്ള തെളിവുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള ഒഴിവുകഴിവുകൾ പറയുവാൻ മനുഷ്യന് അവസരം അള്ളാഹു നൽകിയിട്ടില്ല, അതിനുള്ള സാഹചര്യമില്ല. സന്മാർഗത്തിലേക്കുള്ള വഴി അവൻ സാധ്യമാക്കി, നമുക്ക് ബുദ്ധിയും കാഴ്ചയും കേൾവിയും നൽകി. ഒരു അടിമയെ സത്യത്തിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് തടസ്സം നിൽക്കാൻ കാര്യമുള്ള സാധ്യതയുള്ള എന്തൊക്കെയുണ്ട് അതെല്ലാം അവൻ നീക്കി. അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചു, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു, അവൻ കൃത്യമായി അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു, അവൻ്റെ യഥാർത്ഥ ദീനിൻ്റെ സത്യതയ്ക്കുള്ള തെളിവുകൾ അവൻ സ്ഥാപിച്ചു കഴിഞ്ഞു, അവൻ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു. എല്ലാ തരത്തിലുമുള്ള തെളിവുകൾ അവൻ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ തെളിവുകൾ സ്ഥാപിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയും ശിക്ഷിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, റുസുലൻ മുബശ്ശിരീന വ മുൻദിരീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് ചെയ്യുന്നവരുമായി നിയോഗിച്ചു.
എന്തിനാണ് നിയോഗിച്ചത്? ലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റസൂൽ. പ്രവാചകന്മാരുടെ നിയോഗത്തിന് ശേഷം അടിമകൾക്ക് അള്ളാഹുവിനെതിരെ പറയാൻ ഒരു തെളിവും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയാണ് കൃത്യമായ തെളിവുകൾ അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാൻ സാധിക്കും, വലൈസ അഹദുൻ അഹബ്ബ ഇലൈഹിൽ ഉദ്റു മിനല്ലാഹ്. അള്ളാഹുവിനേക്കാളും ഒഴിവ് കഴിവിനെ ഇഷ്ടപ്പെടുന്ന ആരുമില്ല. അതായത് നമുക്ക് ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ വിശ്വസിക്കാതിരിക്കാൻ, അവിശ്വാസികളാകുവാൻ ന്യായമായ കാരണങ്ങൾ പറയാനുണ്ടെങ്കിൽ അള്ളാഹുവിനത് സ്വീകരിക്കാൻ, ആ ഒഴിവ് കഴിവിനെ സ്വീകരിക്കാൻ റബ്ബിന് ഇഷ്ടമാണ്. ഒമിൻ അജ്ലി ദാലിക ബഅസൽ മുബശ്ശിരീന വമുൻദിരീൻ. അതുകൊണ്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്, ഒഴിവ് കഴിവില്ലാതിരിക്കാൻ, ഒഴിവ് കഴിവ് പറയേണ്ട സാഹചര്യമില്ലാതിരിക്കാൻ. അതുകൊണ്ട് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ തെളിവ് നമുക്ക് എത്തിച്ചു തന്നു, കൃത്യമായി ശരിയും തെറ്റും എന്താണെന്ന് വിച്ഛേദിച്ച് മനസ്സിലാക്കി തന്നു. എന്നിട്ടും അത് സ്വീകരിക്കാതിരിക്കുകയാണ് ഒരു അടിമ ചെയ്യുന്നത്. എന്നിട്ടും അതിൽ നിന്നും തിരിഞ്ഞു കളയുകയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കളഞ്ഞാൽ, അങ്ങനെ ആ വലിയ നന്ദികേട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ പിന്നെ അത് അവൻ അക്രമിയാണ്, അവൻ പിന്തിരിഞ്ഞവനാണ്, അവൻ അക്രമിയാണ്, അതിന് ശിക്ഷക്കർഹനാണ് എന്നതിൽ സംശയമില്ലല്ലോ. പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തുള്ള വഴി അത് കൃത്യമായി നമുക്ക് കാണിച്ചു തന്നു. നമുക്കത് ബോധ്യപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉണ്ടാക്കി തന്നു. എന്നിട്ടും അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ അങ്ങേയറ്റം മോശക്കാരൻ തന്നെയാണെന്നതിൽ ഒരു സംശയവുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ അക്രമിയായ ഒരാളെ വഴിപിഴപ്പിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന ശിക്ഷയാണ്. അങ്ങനെ ശിക്ഷിക്കുവാൻ റബ്ബിന് അവകാശമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വ അമ്മാ സമൂദു ഫഹദൈനാഹും. സമൂദ് ഗോത്രക്കാർ, അവർക്ക് നാം നേർവഴി കാണിച്ചു കൊടുത്തു. സന്മാർഗത്തിൻ്റെ വഴി എന്താണെന്ന് അവർക്ക് വ്യക്തമാക്കി കാണിച്ചു കൊടുത്തു. പക്ഷേ ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, അവർ കാണിച്ചു കൊടുത്ത് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷവും സന്മാർഗത്തെക്കാളുപരി അന്ധതയെ അവർ പ്രിയങ്കരമായി കരുതുകയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹു അവരെ വഴിപിഴപ്പിച്ചു, അങ്ങനെ അവരെ ശിക്ഷിച്ചു. എങ്കിൽ പ്രവാചകത്വ സന്ദേശമാകുന്ന തെളിവുകൾ എത്തിയതിനു ശേഷം, അത് ആ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ എത്തിയതിനു ശേഷം മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ, അത് എത്തിയവരെ മാത്രമേ അള്ളാഹു വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുദില്ല ഖൗമൻ ബഅദ ഇദ് ഹദാഹും ഹത്താ യുബയ്യിന ലഹും മാ യത്തഖൂൻ. ഒരു ജനതയ്ക്ക് മാർഗദർശനം നൽകിയതിന് ശേഷം അവർ കാത്തു സൂക്ഷിക്കേണ്ടതെന്തെന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് വരെ അള്ളാഹു അവരെ വഴിപിഴച്ചവരായി ഗണിക്കുകയില്ല. അപ്പോൾ എന്താണ്, എങ്ങനെ സൂക്ഷിച്ച് ജീവിക്കണം, എങ്ങനെ സൂക്ഷ്മതാബോധത്തോടു കൂടി ജീവിക്കണം എന്നുള്ള വ്യക്തമായി കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തതിന് ശേഷമേ അള്ളാഹു ഒരു ജനവിഭാഗത്തെ വഴിപിഴച്ചവരായി ഗണിക്കുകയുള്ളൂ. ഈ വഴിപിഴപ്പിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ സഹോദരന്മാരെ, അത് സ്വീകരിക്കാത്തതിൻ്റെ, കൃത്യമായി വ്യക്തമായി കഴിഞ്ഞത് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരുപാട് സംശയങ്ങൾ നമ്മിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇല്ലാതെയാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചില അടിമകളെ എന്തുകൊണ്ട് വഴിപിഴപ്പിക്കുന്നു എന്നതിൻ്റെ ഹിക്മത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിരവധി ആയത്തുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഫലമ്മാ സാഗു അസാഗല്ലാഹു ഖുലൂബഹും. അങ്ങനെ അവർ വഴി തെറ്റിയപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളഞ്ഞു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ആദ്യം അവർ തെറ്റി, അതുകൊണ്ടാണ് അള്ളാഹു അവരെ വഴിപിഴപ്പിച്ചത്. അതുപോലെ സൂറത്തു നിസാഇൽ അള്ളാഹു പറഞ്ഞു, ബൽ തബഅ അല്ലാഹു അലൈഹാ ബികുഫ്രിഹിം. അല്ല, അവരുടെ സത്യനിഷേധം കാരണമായി, സത്യനിഷേധമാണ് കാരണം, സത്യനിഷേധം കാരണമായി അള്ളാഹു ആ മനസ്സുകളുടെ മേൽ മുദ്ര കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിലേക്ക് ഇനി വിശ്വാസം പ്രവേശിക്കുകയില്ല. അതുപോലെ സൂറത്തു നിസാഇൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, വല്ലാഹു അർക്കസഹും ബിമാ കസബു. അവർ സമ്പാദിച്ചുണ്ടാക്കിയ തിന്മ കാരണം അള്ളാഹു അവരെ തലതിരിച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ തലതിരിച്ച് വിടാനുള്ള കാരണം എന്താ? തലതിരിച്ച് വിടാനുള്ള കാരണം അവർ തിന്മ ആദ്യമേ സമ്പാദിച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്ന വഴികൾ, മാർഗങ്ങൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് നമ്മൾ അതിനെ ധിക്കരിച്ചാൽ അത് അതിനുള്ള ശിക്ഷയാണ്. അത് സ്വീകരിക്കാതിരുന്നാൽ, ആ വഴികൾ, ആ മാർഗം നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ, ആ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കാത്തതിൻ്റെ, അതിനോട് മുഖം തിരിച്ചതിൻ്റെ ശിക്ഷയായിട്ടാണ് യഥാർത്ഥത്തിൽ ദുർമാർഗമെന്നുള്ളത് അടിമകൾക്ക് അല്ലാഹു നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതേസമയം ഇങ്ങനെയുള്ള പ്രവാചക സന്ദേശം എത്താത്തവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരലോകത്ത് അവരെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. ഒരു ദൂതനെ അയക്കുന്നത് വരെ നാം ആരെയും ശിക്ഷിക്കുന്നതുമല്ല. അപ്പോൾ കൃത്യമായി പ്രവാചകന്മാരെ നിയോഗിച്ചതിന് ശേഷം, ആ പ്രവാചകത്തെ സന്ദേശം എത്തിയതിനു ശേഷം അതിൽ നിന്ന് വിമുഖത കാണിച്ചവരെയാണ് അള്ളാഹു ദുർമാർഗികളായി കണക്കാക്കുകയും അതിൻ്റെ പേരിൽ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുക.
അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നാലാമതായി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വഴി പിഴപ്പിക്കുക എന്ന അള്ളാഹുവിൻ്റെ ശിക്ഷ അത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ, അവൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അത് നടപ്പിലാക്കുന്നത്. ആ ശിക്ഷ അള്ളാഹു നൽകുന്നത് വഴി പിഴച്ചവർ സന്മാർഗത്തിന് അർഹരല്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്മാർഗം പ്രദാനം ചെയ്യാത്തത്, അവർക്ക് സന്മാർഗം യോജിച്ചതല്ല എന്ന് കൃത്യമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് സന്മാർഗം തടയാൻ അർഹതപ്പെട്ടവരിൽ നിന്ന് സന്മാർഗത്തെ അള്ളാഹു തടയുന്നു. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അങ്ങേയറ്റം അക്രമിയായ ഒരു മനുഷ്യൻ, ഒരുപാട് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സാമൂഹിക ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ഒരു കോടതിയിലെത്തുകയാണ്. ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2 അവസരങ്ങളുണ്ട്. ന്യായാധിപന് ഈ ഒരു അക്രമിയുടെ, ഈ ഒരു പ്രതിയുടെ അവൻ്റെ പാസ്റ്റിൽ നിന്നും അവൻ്റെ ഭൂതകാല ചരിത്രത്തിൽ നിന്നും കൃത്യമായി ന്യായാധിപൻ അറിയാം. അവന് വിട്ടുവീഴ്ച ചെയ്താൽ, അവനെ വെറുതെ വിട്ടാൽ, അല്ലെങ്കിൽ അവന് ശിക്ഷയിൽ ഇളവ് നൽകിയാൽ, അവന് നാട്ടിൽ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയാൽ അവൻ വീണ്ടും തിന്മയിലേക്കും അക്രമത്തിലേക്കും കൊള്ളരുതായ്മകളിലേക്കും സമൂഹത്തിൽ വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കാനൊക്കെ കാരണമാകും എന്ന് കൃത്യമായി അറിയുന്ന ഒരു ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ ന്യായാധിപൻ യുക്തിപരമായി തീരുമാനമെടുക്കുന്ന ന്യായാധിപനാണെങ്കിൽ ആ അക്രമിക്ക് ശിക്ഷയിൽ ഇളവ് കൊടുക്കൂല. ആ അക്രമിക്ക്, ആ പ്രതിക്ക് ശിക്ഷയിൽ ഇളവ് നൽകുക എന്നതോ അവനെ വെറുതെ വിടുക എന്നതോ അവന് ഇളവ് നൽകുക എന്നതോ ഒരിക്കലും ഒരു യുക്തിപരമായ തീരുമാനമല്ല, ഒരു കൃത്യമായ ഒരു നല്ല തീരുമാനമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അറിയാം ആർക്കാണ് സന്മാർഗം നൽകേണ്ടത്, ആർക്കാണ് സന്മാർഗം നൽകാൻ പറ്റാത്തത്, ആർക്കാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, ആർക്കാണ് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്ന് അറിയുന്ന ഇന്ന വ്യക്തികൾ അതിനർഹരല്ല, അവർ ശിക്ഷക്ക് അർഹരാണ്, അവർ സന്മാർഗത്തിന് അർഹരല്ല എന്ന് കൃത്യമായി അറിയുന്ന വിവേകമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ആ സന്മാർഗമാകുന്ന ഔദാര്യം റബ്ബ് നൽകാതിരുന്നാൽ ഒരിക്കലും അത് തിന്മയാകുന്നില്ല, അനീതിയാകുന്നില്ല, മറിച്ച് തികഞ്ഞ യുക്തിയുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പരിപൂർണമായ അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും അവൻ്റെ ഹിക്മത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, പരലോകത്ത് കടന്നു വരുന്ന അവിശ്വാസികളായി പരലോകത്ത് കടന്നു വരുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അവർ സന്മാർഗത്തിന് അർഹരല്ല എന്നതിൻ്റെ തെളിവ് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻ വഇന്നഹും ലകാദിബൂൻ. അവർക്ക് പരലോകത്തെത്തി നരകത്തിൽ ശിക്ഷ അനുഭവിച്ചു, മഹ്ശറിലുള്ള പരലോകത്തുള്ള വിചാരണയും എല്ലാം കണ്ട് അനുഭവിച്ച് എല്ലാം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, അവരെങ്ങാനും വീണ്ടും അവരെ ഭൗതിക ലോകത്തേക്ക് തിരിച്ചു പറഞ്ഞയച്ചിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നോ അവർക്ക് വിലക്കപ്പെട്ടിരുന്നത് അതൊക്കെ അവർ വീണ്ടും ജീവിതത്തിൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങേയറ്റം അങ്ങനെ ബോധ്യപ്പെട്ടിട്ട്, പരലോകവും അതിൻ്റെ യാഥാർത്ഥ്യവും സത്യതയും ഒക്കെ ബോധ്യപ്പെട്ടിട്ടും അവർ വീണ്ടും പഴയ അക്രമങ്ങളിലേക്കും തിന്മകളിലേക്കും മടങ്ങിപ്പോകുമായിരുന്നു, അവർക്ക് വീണ്ടും ഭൗതിക ജീവിതം നൽകിയിരുന്നെങ്കിൽ എന്ന് അവരെക്കുറിച്ച് അറിയുന്ന അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, അങ്ങനെയുള്ള മനസ്ഥിതിയിലുള്ള ഏറ്റവും നീചമായ മാനസികാവസ്ഥയിലുള്ള ഏറ്റവും മോശപ്പെട്ട ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യമായ സന്മാർഗം അവൻ നൽകാതെ ദുർമാർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ദുർമാർഗികളാക്കി അവൻ അവശേഷിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ വഴി പിഴപ്പിക്കുക എന്ന അള്ളാഹുവിൻ്റെ ആ ശിക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ 2 തരത്തിലുണ്ട് അള്ളാഹുവിൻ്റെ വഴി പിഴപ്പിക്കുക എന്ന ശിക്ഷ. ഒന്നാമത്തെ തരം എന്ന് പറഞ്ഞാൽ, സൃഷ്ടികൾ പ്രവർത്തിക്കാത്തതിൻ്റെ കാരണമായി അവർ പ്രവർത്തിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിക്കൊണ്ട് അവർക്ക് സന്മാർഗം ലഭിക്കാതെ പോകും. അതായത് പ്രവാചകത്വ സന്ദേശം അവരിലേക്ക് എത്തി, അത് കൃത്യമായി മനസ്സിലായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യത ആ സന്മാർഗത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്, അതിൽ വിശ്വസിക്കുക എന്നതാണ്. ആ ബാധ്യത നിർവഹിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ദുർമാർഗത്തിലാക്കുക എന്ന ശിക്ഷയ്ക്ക് അവർ അർഹരായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനു ബിഹി അവ്വല മറ. ഈ ഖുർആനിൽ ഇതിൽ ആദ്യ തവണ അവർ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ നാം അവരുടെ മനസ്സുകളെയും കണ്ണുകളെയും വീണ്ടും മറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യ തവണ വിശ്വസിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് അവർ വീണ്ടും തിന്മകളിലേക്ക് അല്ലെങ്കിൽ അവിശ്വാസത്തിലേക്ക് പോകുന്നത് എന്ന് ചുരുക്കി മനസ്സിലാക്കാം. അതുപോലെ അള്ളാഹു പറഞ്ഞു, സുമ്മൻ സറഫു സറഫല്ലാഹു ഖുലൂബഹും, എന്നിട്ട് അവർ തിരിഞ്ഞു കളയുകയും ചെയ്യും, അവർ
കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമായതിനാൽ അള്ളാഹു അവരുടെ മനസ്സുകളെ തിരിച്ചു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ തിരിഞ്ഞു കളഞ്ഞതുകൊണ്ടാണ് അള്ളാഹു അവരെ തിരിച്ചു കളഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത് അവർ ഇത് സ്വീകരിക്കാതിരുന്നു എന്നതിൻ്റെ ഫലമായിക്കൊണ്ട് അവർ സന്മാർഗത്തിൽ നിന്നും ദുർമാർഗത്തിൻ്റെ വക്താക്കളായി തീരും. ആ ശിക്ഷ അള്ളാഹു അവരിൽ ദുർമാർഗികളാവുക എന്ന ശിക്ഷ അള്ളാഹു അവർക്ക് നൽകും. രണ്ടാമതായി അവർ ചില അക്രമങ്ങളും തോന്നിവാസങ്ങളും ധിക്കാരങ്ങളും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ സന്മാർഗത്തിൽ നിന്നും പിന്നെ ദുർമാർഗത്തിലേക്ക് അള്ളാഹു അവരെ തിരിച്ചുവിടും. അവർക്ക് അതിനുള്ള ശിക്ഷ എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിർവഹിക്കും. അതായത് അവർ സ്വയം ഒരുപാട് അക്രമങ്ങളിൽ അകപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ഒരുപാട് തിന്മകളിൽ വ്യാപൃതരായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അമ്മാമൻ ബഖീല വസ്തഗ്ന, പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്ത ആൾ, വകദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ കളവാക്കിയ ആളുകൾ, ഏറ്റവും ഉത്തമമായതിനെ കളവാക്കിയ ആളുകൾ, ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് നമ്മൾ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അതുപോലെ അള്ളാഹു പറഞ്ഞു, വല്ലാഹു അർക്കസഹും ബിമാ കസബു, അവർ പ്രവർത്തിച്ചു കൂട്ടിയ തിന്മ കാരണം അള്ളാഹു അവരെ തലതിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറല്ല, അവരുടെ മനസ്സുകളിൽ ആദ്യമേ രോഗമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കുഴപ്പങ്ങളുണ്ട്, വ്യതിയാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആദ്യമേ അക്രമികളാണ്, അതുകൊണ്ട് അക്രമം പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് അള്ളാഹു അവരെ അക്രമത്തിലേക്ക്, അതായത് ദുർമാർഗത്തിലേക്ക് അള്ളാഹു അവരെ തിരിച്ചു വിട്ടു. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു പാപം അതിൻ്റെ മുമ്പുള്ള ഒരു പാപത്തിൻ്റെ ശിക്ഷയാണ്. അതിൻ്റെ ഓരോ പാപങ്ങളും അതിൻ്റെ മുമ്പുള്ള ഓരോ പാപങ്ങളുടെ ശിക്ഷയാണ്. അങ്ങനെ നമ്മൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്മാർഗം വന്നെത്തിയപ്പോൾ ആദ്യ സമയം അത് സ്വീകരിക്കാതിരിക്കുക, അതിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നതാണ് ഒരു അവിശ്വാസി ചെയ്ത ഒന്നാമത്തെ തെറ്റ്. ഒരു അവിശ്വാസി ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റെന്താ? അവന് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞിട്ടും അത് സ്വീകരിക്കാതിരിക്കുക എന്നതാണ്. ആ സ്വീകരിക്കാതിരിക്കുക എന്ന തെറ്റിൻ്റെ ഫലമായി വീണ്ടും അവനെ അടുത്ത തെറ്റുകളിലേക്കുള്ള വഴികൾ അവൻ്റെ മുമ്പിൽ അള്ളാഹു അടുത്ത തെറ്റുകളിലേക്ക് അവനെ നയിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അത് അടുത്ത തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള, നമ്മൾ അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പന ധിക്കരിക്കുമ്പോഴും അത് അടുത്ത കൽപ്പനകൾ ധിക്കരിക്കാനുള്ള, അടുത്ത അള്ളാഹു വിലക്കിയ നിഷിദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ചെയ്യുവാനുള്ള കാരണങ്ങളാണ്. അതായത് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ, അള്ളാഹു കൽപ്പിച്ചത് നിർവഹിക്കാത്തതിൻ്റെയോ അള്ളാഹു വിലക്കിയത് ചെയ്യുന്നതിൻ്റെയോ അനന്തരഫലങ്ങളായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വഴികേടുകളും ദുർമാർഗങ്ങളും സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചുരുക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ, അവൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അവൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു നടപ്പിലാക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങളുടെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ശരിയായ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വിധി വിശ്വാസത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അതിൽ നിന്ന് കിട്ടേണ്ട ഗുണപാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.